നമ്മുടെ ആദ്യത്തെ മന്ത്രിസഭാ യോഗം ഇന്നലെ നടന്നു. നിയുക്ത മുഖ്യമന്ത്രിയായിട്ടുള്ള വി.ഡി. സതീശൻ സാറ് ഗ്യാരണ്ടിയിലെ 5 പദ്ധതികളിൽ 2 പ്രാവർത്തികമാക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. മാത്രമല്ല, നമ്മുടെ ആശാ വർക്കേഴ്സിന്റെ ഓണറേറിയം 3000 രൂപ കൂട്ടി. അമ്മ ആശാ വർക്കറും എന്റെ ഹസ്ബൻഡ് KSRTC കണ്ടക്ടറുമാണ്. എനിക്ക് 2 രീതിയിലുള്ള ഒരു സന്തോഷവും ഉണ്ട്, എന്നാൽ സങ്കടത്തെക്കാൾ കൂടുതൽ പേടിയുണ്ട്. കാരണം ആശാ വർക്കേഴ്സ് എന്ന് പറയുമ്പോൾ അവർ ഒരുപാട് കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്ന ആളാണ്. ഞാൻ എൻ്റെ അമ്മയുടെ കാര്യം ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അമ്മയ്ക്ക് ഇപ്പം 9000 രൂപയാണ് നിലവിൽ, പക്ഷെ ആ ശമ്പളം കിട്ടി തുടങ്ങിയിട്ടില്ല. 8000 രൂപയാണ് കിട്ടുന്നത്. പ്ലസ് ഇപ്പോൾ +3 12,000 രൂപ വെച്ചിട്ട് ഇനി കിട്ടും. അപ്പോൾ അതെനിക്ക് വലിയ സന്തോഷമാണ്. പക്ഷേ എൻ്റെ ഹസ്ബൻഡ് ജോലി ചെയ്യുന്ന KSRTCയിലാണ്. KSRTCയിൽ ഏറ്റവും കൂടുതൽ ട്രാവൽ ചെയ്യുന്നത് പുരുഷന്മാരെക്കാൾ കൂടുതൽ സ്ത്രീകളാണ്. അപ്പോൾ ഇങ്ങനെ ട്രാവൽ ചെയ്യുന്ന സ്ത്രീകൾക്കാണ് നമ്മൾ സൗജന്യ യാത്രാ സൗകര്യങ്ങൾ കൊടുക്കണ്ടെന്ന് പറയുന്നില്ല. പക്ഷെ അത് കൃത്യമായിട്ടുള്ള മാനദണ്ഡങ്ങൾ പാലിച്ച് നടപ്പിലാക്കണം എന്നേ ഉള്ളൂ. കാരണം ഈ ഒരു പദ്ധതിയിലൂടെ ഒരാൾക്ക് ഗുണവും മറ്റൊരാൾക്ക് ദോഷവും ഉണ്ടാവരുത്. KSRTCയിൽ ജോലി ചെയ്യുന്ന എന്നുവെച്ചാൽ ഇതുകൊണ്ട് അന്നം മേടിച്ച് കഴിയുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട്. അപ്പോൾ KSRTCയിലെ ഡ്രൈവർ, കണ്ടക്ടർ, മെക്കാനിക് എന്ന് പറഞ്ഞാൽ അതിൻ്റെ താഴേക്കിടയിൽ നിന്ന് ഉയർന്ന ആളുകളിലേക്കും ആ ഡിപ്പാർട്ട്മെന്റിനും ഈവൻ നമ്മുടെ സർക്കാരിനും യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവരുത്. അത് ഉണ്ടാവാത്ത രീതിയിൽ ഇത് മുന്നോട്ട് പോകണം എന്നാണ് എൻ്റെ ആഗ്രഹം. കാരണം ശമ്പളം കിട്ടാതിരിക്കരുത്. കാരണം വളരെ തുച്ഛമായ ശമ്പളമാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ടൊരു കുടുംബം മുന്നോട്ട് പോകണം. അപ്പോൾ അവർക്കും ഇലയ്ക്കും മുള്ളിനും കേടില്ലാതെ ഈ പദ്ധതി കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിച്ച് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ.